ഹലോ വെൽക്കം ബാക്ക് ടു കെനൂസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നല്ല കുറുകിയിട്ട് തിക്കായിട്ടുള്ള പായസം കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതേപോലെ നമ്മൾ കുറച്ച് ചെറുപയർ പരിപ്പ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നവരെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കുക്കറിലേക്ക് മാറ്റും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു വലിയ തേങ്ങയാണ്, ഒരു 1.5 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 തേങ്ങ ഫുള്ളി ചിരവി എടുത്തിട്ട് ഉണ്ട്. അപ്പോൾ നമ്മളത് 1-ാം പാലും 2-ാം പാലും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ലതുപോലൊരു തിക്കിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാലാണ്, ഇതാണ് 2-ാം പാൽ. 2-ാം പാലാണ് നമ്മൾ കുറച്ചധികം എടുത്തിട്ടുള്ളൂ. 1-ാം പാൽ നമ്മൾ കുറച്ച് നല്ല കട്ടി കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 2-ാം പാൽ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ചെറുപയർ പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. ആ ടൈമിൽ തന്നെ നമ്മുടെ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് വന്ന പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഡ്രൈ ജിഞ്ചർ ചുക്കുപൊടി അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച നമ്മുടെ 1-ാം പാലും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി എടുത്ത് നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് നമ്മുടെ പായസത്തിലേക്ക് മാറ്റി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.